5 പേരുണ്ടെങ്കിൽ ഒരാൾ ഡയബറ്റിക് പേഷ്യന്റ്. രാജ്യത്ത് പ്രമേഹ രോഗികളുടെ എണ്ണം കുത്തനെ കൂടിക്കൊണ്ടിരിക്കുക. ഈ സെന്റൻസിൽ എവിടെയും നിങ്ങൾ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്നില്ല. ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് രോഗത്തെ നേരിടാൻ സാധിക്കൂ. പ്രമേഹം നിസാരക്കാരനല്ല. കഴിഞ്ഞ 57 വർഷമായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഡയബറ്റീസിന് മരുന്നെടുക്കുന്ന ആളുകളുണ്ട്. ആർക്ക് ബാലൻസ് ആയി അന്വേഷിച്ച് നോക്കിയാൽ മതി. അവിടെയാണ് നമ്മുടെ കോഫിയെ പോലുള്ള ഇന്ത്യയിൽ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ലോകോത്തര നിലവാരമുള്ള ഒരു പ്രൊഡക്റ്റിന്റെ സാധ്യത. മാർക്കറ്റ് ഉണ്ടോ ഇല്ലേ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കി. രണ്ടാമത്തെ കാര്യം, അടുത്ത 10 വർഷത്തിനിടെ 50 കോടി ജനങ്ങളും ഇന്ത്യയിൽ ഹൃദ്രോഗികളും പ്രമേഹ രോഗികളായി മാറും. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞെട്ടിക്കുന്ന റിപ്പോർട്ട് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ടതാ. അടുത്ത 10 വർഷത്തിനിടെ, അഥവാ 2020 വന്ന ന്യൂസ് ആണ്, 2030 ആകുമ്പോഴേക്കും, ഇനി 5 വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും 50 കോടി ജനങ്ങളും ഹൃദ്രോഗികളും പ്രമേഹ രോഗികളായി മാറും. എത്രയോ ആളുകൾ ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെടുന്നു. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. ചെറുപ്പക്കാർ മരിക്കുന്നു, സിനിമ സെലിബ്രിറ്റികൾ മരിക്കുന്നു, ആരോഗ്യം ഏറ്റവും നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സ്പോർട്സ് കാറ്റഗറിയിൽപ്പെട്ട ജിമ്മിൽ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു. മറ്റു രോഗങ്ങൾ എന്ത് വന്നാലും ഫവാസാറെ ചികിത്സിക്കാൻ സമയം ഉണ്ടാവും. പക്ഷെ ഹാർട്ട് അറ്റാക്ക് വന്നാൽ നമുക്ക് സമയമില്ല. പക്ഷെ പ്രിവെന്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട്. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിലുള്ള ഹൃദയാലയ പോലുള്ള ഹോസ്പിറ്റലുകൾ ക്ലിനിക്കൽ ട്രയൽസ് കഴിഞ്ഞിട്ടുള്ള 100% നമുക്ക് ഹാർട്ടിന് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. വിറ്റാകാശ് ഉപയോഗിച്ച ആരോഗ്യം. അടുത്ത വാർത്ത വായിച്ചു നോക്കും നിങ്ങൾ. പ്രമേഹം മൂലം 50 വയസ്സിന് മുൻപേ കാല് മുറിക്കുന്നവരുടെ എണ്ണം ഇന്ത്യയിലല്ല കേരളത്തിൽ കൂടിക്കൊണ്ടിരിക്കുക. പ്രമേഹം കാരണം മാത്രം. അടുത്ത വാർത്ത വായിച്ചാൽ നിങ്ങൾ ഞെട്ടും. ഹൃദ്രോഗ വ്യാപനത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണം കേരളത്തിലാണ് മുന്നിൽ. ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. ഇനിയുള്ള വാർത്തയാണ് നിങ്ങളെ ഏറ്റവും എക്സൈറ്റഡ് ആക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കണേ എല്ലാവരും. കേരളത്തിലെ ഡോക്ടർമാരെയും വിരട്ടി ജീവിതശൈലി രോഗങ്ങൾ. ആരെ കാണാനാ നമ്മൾ ഓടി നടക്കുന്നത്? അസുഖം വന്നാൽ ചികിത്സിക്കാന്നുള്ള പൂതി അങ്ങ് എടുത്തു വെച്ചാൽ രോഗം വന്നാൽ നിങ്ങൾ കുടുങ്ങി കഴിച്ചിലാവില്ല. ആ രീതിയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇന്ത്യ മഹാരാജ്യത്ത് മുടി ഇഴകേറി പരിശോധിക്കാനുള്ള ടെക്നോളജി ഉണ്ട്. കൊറോണനെ പായിപ്പിച്ചവരാ, നിപ്പയെ പായിപ്പിച്ചവരാ. പക്ഷെ ഇന്നേ വരെ ഡയബറ്റീസിനെയും ഹാർട്ട് അറ്റാക്കിനെയും സ്ട്രോക്കിനെയും ഡിപ്രഷനെയും പായിപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. കാരണം എന്താ? ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ മാർക്കറ്റാണത്. ഡോക്ടർമാരെയും വിരട്ട് ജീവിതശൈലി രോഗങ്ങൾ. ശരാശരി ആയുസ് സാധാരണക്കാരെക്കാൾ താഴെ. കൂടുതൽ പേരും കീഴടങ്ങി ഹൃദ്രോഗവും അർബുദവും കാരണമാണ്. ഡോക്ടർമാർ കണക്ക് സൂചിപ്പിക്കുന്നു താഴെ. സാമൂഹിക സുരക്ഷാ പദ്ധതിയിലെ അംഗങ്ങളായ 2007 മുതൽ 2017 സെപ്റ്റംബർ വരെ ഉള്ളവരിൽ 282 പേര് മരിച്ചു. അതിൽ 246 പേരും പുരുഷന്മാരായിരുന്നു. 87% ആളുകളാണ് ഡോക്ടേഴ്സ് മരിക്കുന്നത്. IMA പുറത്തുവിട്ട കണക്കാ. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ. നമ്മുടെ പ്രോഡക്റ്റുകളുടെ സാധ്യതയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ